ഇതിപ്പോൾ കാണുന്ന ഈ പിണ്ണാക്ക് എന്ന് പറയുന്നത് കർണൽ പിണ്ണാക്കാണ്. ഇതിൻ്റെ ഒറിജിനൽ പരിപ്പെടുത്ത് ആട്ടി വരുന്ന പിണ്ണാക്കാണത്. ഈ പിണ്ണാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉമി ഉണ്ടാവില്ല, തൊലി ഉണ്ടാവില്ല, തൊണ്ടുണ്ടാവില്ല. ഇതിൽ പരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരിപ്പ് മാത്രം എടുത്ത് ആട്ടി കിട്ടുന്ന പിണ്ണാക്ക് പൊടിച്ചെടുക്കുന്ന പിണ്ണാക്കിനെയാണ് കർണൽ പിണ്ണാക്ക് എന്ന് വരുന്നത്. ഇതിൽ അസർഡിയാറ്റിൻ കോമ്പൗണ്ട് നല്ല ഉള്ളതിനാൽ നല്ല രീതിയിൽ റിസൾട്ട് ഏത് ചെടിക്ക് ഇടുന്നുവോ ആ ചെടിക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടും. ഞാൻ വേണു അനിരുദ്ധൻ, കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ MD ആണ്. ഞങ്ങളുടെ സ്ഥാപനം 1975 തുടങ്ങിയെങ്കിലും 1983 കമ്പനിക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത്. അവിടെ അന്ന് ആ സ്ഥാപനത്തിൻ്റെ പേര് കൃപ ബോൺ ഇൻഡസ്ട്രീസ് എന്നായിരുന്നു. സ്ഥാപനം നിലനിൽക്കുന്നത് ചാലക്കുടി മാള റോട്ടിൽ, റെയിൽവേ സ്റ്റേഷൻ റോട്ടിൽ, കോട്ടാറ്റ് പാടം കഴിഞ്ഞ് അണല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപനം. 1983 ശേഷം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഇത്ര റിമോട്ട് ഏരിയയിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ ബിസിനസ് നടത്താൻ സാധിക്കുന്നത്. സ്ഥാപനത്തിന് പേര് കൃപ ഓർഗാനിക് അല്ലെങ്കിൽ കൃപ ബോൺ ഇൻഡസ്ട്രീസ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെങ്കിലും പോസിറ്റീവ് മൈൻഡിലുള്ളതായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എല്ല് പൊടിക്കുന്നു, വേപ്പിണ്ണാക്ക് ഉണ്ടാക്കുന്നു, ജൈവവളം ഉണ്ടാക്കുന്നു, പച്ചക്കക്ക ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒരു ദൈവകൃപയുണ്ടെങ്കിലാണ് കർഷകന് അത് ഗുണം കിട്ടുക. അതിൽ സത്യസന്ധമായിരിക്കണം, പറയുന്ന പോലെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൃപാത്മകമായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി 100% വിശ്വസനീയതയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന് കൃപ എന്ന പേര് കൊടുത്തത്. അത് ഇന്ന് വരെ 1975 മുതൽ 2025 വരെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ പേര് കൃപയിൽ നിന്നുകൊണ്ട് തന്നെ കൃപാ കടാക്ഷമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു. കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയിലെ പ്രൊഡക്ഷനാണ് പ്രധാനം. നമുക്കറിയാം, കമ്പനി കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെയും, വൈകുന്നേരം കാലത്ത് വരെയും, അങ്ങനെ 3 ഷിഫ്റ്റും വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. ഫാക്ടറിയിൽ പച്ച കക്കപ്പൊടി, അതായത് മുരിങ്ങ കക്ക, ഓയിസ്റ്റർ ഷെൽ കൊണ്ടുവന്ന് പൊടിച്ച് പൊടിയാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഒപ്പം തന്നെ എല്ല്, സ്ലോട്ടർ ഹോം, അറവുശാലകളിൽ നിന്ന് കിട്ടുന്ന എല്ല് പുഴുങ്ങിയെടുത്ത് അത് പൊടിച്ച് പൊടിയാക്കുന്ന ഒരു ഫാക്ടറി എല്ലുപൊടി കമ്പനിയുണ്ട്. വേപ്പിൻ്റെ കുരു അത് നമുക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് ആട്ടിയെടുക്കുന്ന എണ്ണ എടുത്ത് മാറ്റിയെടുത്ത് കർണൽ പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. പിന്നെ പിണ്ണാക്കുകൾ, വേപ്പിൻ പിണ്ണാക്ക്, ആവണക്കം പിണ്ണാക്ക്, മരോട്ടിൻ പിണ്ണാക്ക്, ഉങ്ങും പിണ്ണാക്ക്, കടുകും പിണ്ണാക്ക് തുടങ്ങി കുറേ പിണ്ണാക്കുകളും എല്ലിൻ്റെ മജ്ജ, മാംസം, ചവ് ഇവ ചേർത്ത്, ഒപ്പം ഹ്യൂമിക്, ഫൾവിക്, സീവീഡ് ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് ബയോ കമ്പോസ്റ്റും ബയോ പൊട്ടാഷ്യം ചേർത്തുണ്ടാക്കുന്ന ഒരു 12 കൂട്ടം പിണ്ണാക്ക് മിക്സർ. അതുകൂടാണ്ട് വെർമി കമ്പോസ്റ്റ്, അതുകൂടാതെ നമ്മളുണ്ടാക്കുന്ന ചാണകം പൊടിച്ചുണ്ടാക്കുന്ന ചാണകപ്പൊടി, ആട്ടുംകാട്ടം പൊടിച്ചുണ്ടാക്കുന്ന ആട്ടുംകാട്ടം പൊടി, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ നല്ല രീതിയിൽ നമ്മൾ ഓരോ ഷിഫ്റ്റിലും 10 ടൺ മുതൽ അതിൽ കൂടുതലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ്. നമുക്ക് ഇവിടെ പാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് അറിയാം. പൊടിച്ച് കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനായിട്ട് പാക്കിംഗ് കോമഡീസ് ആക്ട് പ്രകാരം നമ്മളത് പാക്ക് ചെയ്യുന്നു. അത് 1 കിലോ, 2 കിലോ, 5 കിലോ, 10 കിലോ, 25 കിലോ, 50 കിലോ ഈ വക സൈസുകളിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ അതിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും വെച്ച് മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത്. പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ വെച്ച് നമ്മൾ ഇവിടെ എല്ലാ പ്രൊഡക്റ്റുകളും പാക്ക് ചെയ്യാവുന്ന മെറ്റീരിയൽസ് നമുക്കിവിടെ കൃപ പോളിപാക്സ് എന്ന് പറയുന്ന ചാക്ക് നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. അതിൽ നമ്മൾ അത് നിർമ്മിക്കും. അതുകൊണ്ട് നമുക്ക് പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ അന്വേഷിച്ച് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ യൂണിറ്റിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഈ യൂണിറ്റിൽ ഉണ്ടാക്കുന്ന ചാക്കുകൾ നമുക്ക് മാത്രമല്ല പല വളക്കമ്പനിക്കാർക്കും, പല പ്ലാസ്റ്റിക് കമ്പനിക്കാർക്കും, പല യൂണിറ്റുകാർക്കും നമ്മൾ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ 1 കിലോ, 2 കിലോ, 5 കിലോ, 10 കിലോ, 25 കിലോ, 50 കിലോ പാക്കുകൾ, കംപ്ലീറ്റ് ചാക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പച്ചക്കക്കയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പച്ചക്കക്ക, സാധാരണ അതിൻ്റെ പേരാണ് മുരിങ്ങക്കക്ക. മുരിങ്ങക്കക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സാധാരണ നമുക്ക് ഇംഗ്ലീഷുകാർ അതിന് ഓമന പേരിൽ അറിയപ്പെടുന്ന ഓയിസ്റ്റർ ഷെൽ എന്നാണ്. ഒരു കക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം മുതൽ 1 കിലോ വരെ വെയിറ്റ് വരുന്ന അതിമനോഹരമായ ഏറ്റവും കൂടുതൽ പി എച്ച് മാത്രം നമ്മൾ കണക്ക് കൂട്ടണ്ട. അതിൽ മാഗ്നീഷ്യം ഉണ്ട്, മാഗ്നീസ് ഉണ്ട്, സിങ്ക് ഉണ്ട്, ബോറോൺ ഉണ്ട്, ഒപ്പം തന്നെ അതിലടങ്ങിയിരിക്കുന്ന മറ്റു മൂലകങ്ങളും ഉണ്ട്. കാരണം അത് കടലും കായലും കൂടിച്ചേരുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്. കക്ക വലിപ്പമുള്ളതിനാൽ പല സ്ഥലങ്ങളിലും പല ഇടുക്കുകളിലും പലതും പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് പച്ചക്കക്ക പൊടിയിൽ തന്നെ പല മൂലകങ്ങളും കിട്ടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം മെഗ്നീഷ്യമാണ്. നല്ല രീതിയിൽ 7% കൂടുതൽ മെഗ്നീഷ്യം കിട്ടുന്നു. അപ്പോൾ റോ മെറ്റീരിയൽ ഇവിടെ നമ്മൾ പലരും പറയുന്ന പച്ചക്കക്ക എന്ന് വെച്ചാൽ ചെറുകക്ക എടുക്കുക, കടൽക്കക്ക എടുക്കും, അങ്ങനെ എല്ലാ കക്കകളും പൊടിക്കും. അത് പൊടിക്കാനായിട്ട് ചെറിയ മിഷനറി മതി. ഈ പച്ചക്കക്ക, മുരിങ്ങക്കക്ക, ഓയിസ്റ്റർ ഷെല്ല് അത് പൊടിക്കണമെങ്കിൽ എല്ല് പൊടിക്കുന്ന പോലെ വലിപ്പമുള്ള നല്ല ഡിസെൻറ്റിഗേറ്ററും നല്ല മിഷനറിയും ഉണ്ടെങ്കിൽ മാത്രമേ പൊടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ വളരെ ചെറിയ പ്രസ്ഥാനങ്ങൾ ഒന്നും എന്ത് പൊടിക്കുന്നില്ല, ഈ ഓയിസ്റ്റർ ഷെല്ല് പൊടിക്കുന്നില്ല. വലിപ്പമുള്ള 1, 2, 3 കമ്പനികൾ മാത്രമാണ് മുരിങ്ങക്കക്ക പൊടിക്കുന്നത്. അതിലൊരു കമ്പനിയാണ് കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം മണ്ണിൻ്റെ pH ഏടാക്കാൻ വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ പച്ചക്കക്ക വെച്ചാൽ മുരിങ്ങക്കക്കയാണ്. ഓയിസ്റ്റർ ഷെൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റ്. അത് മണ്ണിൻ്റെ pH കുറവുള്ള, മണ്ണിൽ pH കുറവാണെങ്കിൽ ചെടിക്ക് വളം വലിച്ചെടുക്കാനോ അല്ലെങ്കിൽ ന്യൂട്രിയൻ്റ് വലിച്ചെടുക്കാനോ പറ്റില്ല. ആ മണ്ണിൻ്റെ pH ഏഴാക്കും. ഏഴായി കഴിഞ്ഞാൽ അത് കട്ടാവും. ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നു. നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് എന്ന് കേൾക്കുമ്പോൾ ശുദ്ധമായ വേപ്പിൻ പിണ്ണാക്ക് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടുമെന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കുക. അതിനൊരു ഉത്തരമാണ് കൃപ ഓർഗാനിക്. നമ്മളിവിടെ 2 തരത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വേപ്പിൻ്റെ കുരു എടുത്ത്, കുരു എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കുരു കിട്ടുന്നത് ഇപ്പോൾ തമിഴ്നാട് കുരുവാണ്. ആ തമിഴ്നാട് കുരുവിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ മുകളിലുള്ള കനമുള്ള തൊണ്ട് കളഞ്ഞ് അതിൻ്റെ പരിപ്പെടുത്ത് കട്ടറയ്ക്ക് ഉണക്കി എടുക്കുന്ന പരിപ്പ് ആട്ടിയെടുക്കുന്ന പിണ്ണാക്ക്. ആ പിണ്ണാക്കിൻ്റെ പേരാണ് കർണൽ പിണ്ണാക്ക്. ആ കർണൽ പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ സാധാരണ പിണ്ണാക്ക് ഉപയോഗിക്കേണ്ട 5-1 ഉപയോഗിച്ചാൽ മതി. പക്ഷേ വില കൂടുതലാണ്. ഏകദേശം 75-100 ഇടയ്ക്ക് രൂപ പിണ്ണാക്കിന് വില വരും. ആ കർണൽ പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം അത് പരിപ്പാണ്. അതിൽ അസാർഡിയാറ്റിൻ കോമ്പൗണ്ട് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നു. ഈ ആവശ്യമില്ലാത്ത ജീവജാലങ്ങളെ നശിപ്പിക്കുന്ന കഴിവുള്ള വസ്തുവിൻ്റെ പേരാണ് അസാർഡിയാറ്റിൻ. ആ അസാർഡിയാറ്റിൻ കോമ്പൗണ്ടുകൾ ഈ കർണൽ പിണ്ണാക്കിൽ നല്ലവണ്ണം അടങ്ങിയിരിക്കും. 2% മേലെ അസാർഡിയാറ്റിൻ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഈ പറഞ്ഞ കർണൽ വേപ്പിൻ പിണ്ണാക്ക്. ഈ കർണൽ വേപ്പിൻ പിണ്ണാക്ക് തെങ്ങിൻ്റെ കൂമ്പിലിട്ടാൽ സാധാരണ കൊമ്പൻ ചെല്ലി ചെമ്പൻ ചെല്ലിയുടെ അളവ് കുറയും. അതുപോലെ വാഴയുടെ കൂമ്പിലിട്ടാൽ വാഴയിലെ കൂത്തുന്ന കൊമ്പൻ ചെല്ലി ചെമ്പൻ ചെല്ലി അതിൻ്റെ അളവ് കുറയും. അപ്പം അതുപോലെ പല രീതിയിൽ കീടനാശിനിയായിട്ട് കർണൽ വേപ്പിൻ പിണ്ണാക്ക് നല്ല രീതിയിൽ നല്ല കർഷക കൂട്ടായ്മക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കർണൽ പിണ്ണാക്കിൻ്റെ കുരു, തമിഴ്നാട് കുരുവാണ് ഏറ്റവും നല്ല കുരു. ആ കുരു നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരികയും അതിൻ്റെ കനമുള്ള കുരു, നമുക്കറിയാം കാറ്റത്തിടുമ്പോൾ നടുവിൽ ആയി വീഴുന്ന ഏറ്റവും കനം കൂടിയ കുരു മാത്രമേ ഈ കർണൽ പിണ്ണാക്ക് ഉപയോഗിക്കാൻ എടുക്കാറുള്ളൂ. ആ കുരു അത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഈ ഇടുക്കിക്കാർ, വയനാടുകാർ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ഈ 12 കൂട്ടം പിണ്ണാക്ക് മിക്സറിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിന് വളരെ പ്രധാനമുണ്ട്. കടലപ്പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റിൽ പലതരത്തിലുള്ള കടലപ്പിണ്ണാക്ക് വരും. അതിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി കടലപ്പിണ്ണാക്ക് നമ്മൾ ഉപയോഗിക്കും. ഉങ്ങിൻ പിണ്ണാക്ക്, പൊങ്ങാമിയ പിന്നറ്റ, അത് നമ്മൾ പൊങ്ങിൻ പിണ്ണാക്ക് നല്ല ഒറിജിനൽ പൊങ്ങിൻ പിണ്ണാക്ക് ഉപയോഗിക്കും. കടുകും പിണ്ണാക്കാണെങ്കിലും മരോട്ടി പിണ്ണാക്കാണെങ്കിലും അതുപോലെ നമുക്ക് കിട്ടുന്ന ഏത് പിണ്ണാക്കാണെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ പിണ്ണാക്ക് മിശ്രത്തിൻ്റെ ഗുണം. ഒപ്പം തന്നെ നമ്മളതിൽ എല്ലിൻ്റെ മജ്ജ, എല്ലിൻ്റെ മാംസം, എല്ലിൻ്റെ ചവ്വ്, എല്ലുപൊടി ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ ഹ്യൂമിക് ആസിഡ്, ഫൾവിക് ആസിഡ്, സീവീഡ് ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നു. ഈ രീതിയിലൊരു കോമ്പിനേഷൻ വരുന്നത് കൊണ്ടാണ് ബയോ കമ്പോസ്റ്റും ബയോ പൊട്ടാഷ്യം ചേർന്ന് ഒരു സമ്മിശ്ര NPK മിശ്ര ആയതുകൊണ്ടാണ് ചെടികൾക്ക് ഇടുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ആ റിസൾട്ടിന് വേണ്ടി നല്ല രീതിയിൽ ഇടുക്കിയിലെ ഏലം കർഷകർ ഈ 12 കൂട്ടം പിണ്ണാക്കുകൾ വന്ന് കൊണ്ടുപോകാറുണ്ട്. നമുക്കറിയാം സ്ലോട്ടർ ഹോം, അറവുശാലകളിൽ നിന്ന് അറുത്ത് വരുന്ന എല്ലുകൾ സാധാരണ പുഴുങ്ങാനുള്ള ഒരു പുഴുക്ക് ശാലകളിലെത്തും. അവിടുന്ന് പുഴുങ്ങി നെയ്യ് മാറ്റിയതിന് ശേഷമാണ് ആ റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണക്കി പൊടിക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ പൊടിക്കുന്ന പൊടിയെ പറയുന്ന പേരാണ് ജൈവ എല്ലുപൊടി. അതിൽ ആസിഡ് ചേരാത്തത് കൊണ്ടും അതിൽ മജ്ജ, മാംസം, ചവ് ഇതൊക്കെ അടങ്ങിയിരിക്കും.
നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്ന മജ്ജയും മാംസവും ചവും എല്ല് പൊടിക്കുമ്പോൾ എല്ലുപൊടിയോടുകൂടി പുറത്തേക്ക് വരും. അങ്ങനെ എല്ലുപൊടിയിൽ മജ്ജയും മാംസവും ചവും അടങ്ങിയിരിക്കുന്ന എല്ലുപൊടിയെ നമ്മൾ ചൗമീൽ എല്ലുപൊടി എന്ന് പറയും. അല്ലാത്ത എല്ലുപൊടിയെയാണ് ബോൺമീൽ എന്ന് പറയുക. 2 ബോൺമീലാണ് നമുക്കുള്ളത്. ചൗമീൽ, ബോൺമീൽ, ഏറ്റവും ഹൈ റേഞ്ച്. അത് ഉപയോഗിക്കുമ്പോൾ മറ്റ് എല്ലുപൊടിയുടെ പകുതി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി. മറ്റ് എല്ലുപൊടി എന്ന് വെച്ചാൽ മജ്ജ മാംസം ചവ് കുറയും. അതിനെ ഹെക്റ്റിക് ബോൺമീൽ എന്ന് പറയും. നമ്മുടെ ഒരു ബ്രാൻഡ് നെയിമാണ് ഹെക്റ്റിക് എന്ന് പറയുന്ന ബ്രാൻഡ്. ആ ഹെക്റ്റിക് ബ്രാൻഡിൽ കിട്ടുന്ന ഹെക്റ്റിക് ബോൺമീലാണ് സാധാരണ ബോൺമീൽ. അതിൽ NPK മാത്രമേ അടങ്ങിയിരിക്കുകയുള്ളൂ. N-ഉം P-യും മാത്രമേ, നൈട്രജനും ഫോസ്ഫറസും മാത്രമേ അടങ്ങിയിരിക്കുകയുള്ളൂ. പക്ഷേ ചൗമീൽ എല്ലുപൊടിയിൽ സാധാരണ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് ഇരട്ടിയായിരിക്കും, ഫോസ്ഫറസിൻ്റെ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും, മൈക്രോ ന്യൂട്രിയൻറ്റുകൾ അതിലടങ്ങിയിരിക്കും. അതാണ് സാധാരണ കേസിലുള്ള ഈ ചൗമീൽ എല്ലുപൊടിയുടെ ഗുണം. റോ മെറ്റീരിയൽ ശുദ്ധമായ രീതിയിൽ നമുക്ക് കിട്ടി. അത് പൊടിച്ചെടുക്കുന്ന പൊടി അതേ രീതിയിൽ കിട്ടുന്നത് പൊടിയാണ് ചൗമീൽ എല്ലുപൊടിയും ഈ പറഞ്ഞ ഹെക്റ്റിക് ബോൺമീലും. മാർക്കറ്റിൽ ഇന്ന് കിട്ടുന്ന മറ്റുള്ള സ്ഥാപനങ്ങളിലുള്ള എല്ലുപൊടിയേക്കാളും ആസിഡ് ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള എല്ലുപൊടി നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വളത്തിന് മാത്രമല്ല ജൈവ എല്ലുപൊടി അത് കാലിത്തീറ്റയ്ക്കും കോഴിത്തീറ്റയ്ക്കും അതുപോലെ തന്നെ എന്തൊക്കെ പ്രോട്ടീൻസ് കിട്ടണോ അതിനൊക്കെ വേണ്ടി തന്നെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 100% ശുദ്ധമായ ജൈവ എല്ലുപൊടി ആയതിനാലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇടുക്കി മേഖലയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഏലത്തിനാണ്. ഏലത്തിനും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 12 കൂട്ടം പിണ്ണാക്കാണ്. ഏലത്തിന് നല്ല രീതിയിൽ കർണൽ വേപ്പ് പിണ്ണാക്ക് ഉപയോഗിക്കുന്നു. ഏലത്തിന് നല്ല രീതിയിൽ ചൗമീൽ എല്ലുപൊടി ഉപയോഗിക്കുന്നു. നല്ല രീതിയിൽ പച്ചക്കക്ക ചൗമീൽ PH ബൂസ്റ്റർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ഇതിനൊക്കെ ഇങ്ങനെ 4 പ്രൊഡക്റ്റുകൾ കൂടാതെ നമ്മൾ നമ്മൾ വേംസിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് പൊടിയാക്കി വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടാക്കി നമ്മളത് കൊടുക്കുന്നു. ഇതുകൂടാണ്ട് പോട്ടി മിക്സർ, അതായത് മണ്ണും എല്ലിന് മജ്ജയും മാംസവും ചവും പെർലൈറ്റും ഒക്കെ കൂടി ചേർത്ത് പൊടിച്ചെടുക്കുന്ന പോട്ടി മിക്സർ നമ്മളിവിടെ ഉണ്ടാക്കുന്നു. ആ പോട്ടി മിക്സറും നമ്മൾ കർഷകർക്ക് വേണ്ടി അവരുടെ മണ്ണിൽ PH കുറയുമ്പോൾ അതുപോലെ മണ്ണിൻ്റെ അംശം കുറയുമ്പോൾ അത് ഇടാൻ വേണ്ടി വീണ്ടും പോട്ടി മിക്സറായിട്ട് കൊടുത്തു വിടുന്നു. ഒപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കിവിടെ ഉണ്ടാക്കുന്ന ചാണകം പൊടിച്ച പൊടി, ചാണകപ്പൊടി, ആട്ടുംകാട്ടം പൊടിച്ചെടുക്കുന്ന ആട്ടുംകാട്ടം പൊടി, ഇതും നമ്മൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം എന്നും കർഷകൻ്റെ കൂടെയാണ്. കൃപ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു കൃപാ കടാക്ഷമുണ്ട്. ആ കൃപാ കടാക്ഷം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ എന്നും അതിൻ്റെ ക്വാളിറ്റി അഷുറൻസിന് വേണ്ടി നിലകൊള്ളുന്നു. നമുക്കറിയാം, ഒരു കർഷകനാണ് നാടിൻ്റെ നട്ടെല്ല്. ഈ നാട് നിലനിൽക്കണമെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം, കർഷക വൃത്തി വേണം, കർഷക ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ വേണം. അപ്പോൾ അവന് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ, അവന് കിട്ടുന്ന വളം, അതിൻ്റേതായ ആ വ്യഗ്രതയോടുകൂടി അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതിലാണ് കൃപയുടെ കൃപ വേണ്ടത്. അത് നമ്മൾ ഇത്രയും നാളും നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ട് കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വിളിച്ചു പറയുന്ന സ്ഥലത്തേക്ക് വളങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നു. നമ്മൾ ഇപ്പോൾ കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തും വിദേശത്തേക്കും നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നതിന് കാരണം ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ കർഷകരോടുള്ള വിശ്വാസം, അവർ നമ്മളോട് ചെയ്തു തരുന്ന പ്രവൃത്തി, ആ വിശ്വാസം തിരിച്ച് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിലൂടെയാണ്. ആ പ്രൊഡക്റ്റ് ഇന്നും എന്നും എപ്പോഴും നിലനിൽക്കാനായിട്ട് നല്ല രീതിയിൽ കർഷകന് ഗുണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ആ കൃപയ്ക്ക് വേണ്ടി എന്നും കൃപ ഓർഗാനിക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവണം.